വ്യൂവേഴ്സ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. കുടുംബവിളക്കിന്റെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മുടെ ദീപു ആണെങ്കിലോ സുമിത്രയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് തൻ്റെ ചേച്ചിയോട് താൻ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ ചേച്ചിയെ അത്രയധികം താൻ വിഷമിപ്പിച്ചു എന്നുള്ളതൊക്കെ ആലോചിച്ച് അവിടെ ഇരുന്ന് സങ്കടപ്പെടുകയാണ്. അവസാനം ആശാന് പറയാനുള്ളത് നമ്മുടെ ചിത്ര പോലും കേൾക്കാത്ത അവസ്ഥ വന്നു. അങ്ങനെ ചങ്ക് പൊട്ടി നമ്മുടെ ദീപു അവിടെ ഇരുന്ന് കരച്ചില്. ഈ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് സുമിത്രയുടെ വീട്ടിലാണ്. അപ്പൊ അതാ ശ്രീനിലയത്തിൽ നിന്നും ഇറങ്ങാൻ വേണ്ടിയിട്ട് ശീതളും അതുപോലെ തന്നെ സരസ്വതി അമ്മയും കൂടി പെട്ടിയൊക്കെ താങ്ങി ഇങ്ങ് ഇറങ്ങി വരികയാണ്. അപ്പം ശീതൾ ആൻറ്റി ഇങ്ങനെയൊക്കെ വരുന്നത് കാണുമ്പോഴത്തേക്കിനും നമ്മുടെ സ്വരമോളാണെങ്കിലോ ആൻറ്റി എവിടെ പോവാണ് ആൻറ്റി, എന്താ പെട്ടിയൊക്കെ ആയിട്ട്? അപ്പം ശീതൾ പറയുകയാണ്, മോളെ ആൻറ്റി സച്ചിനങ്കിളുടെ വീട്ടിലേക്ക് പോവാണ്, സ്വരമോള് വിഷമിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ എന്നും പറഞ്ഞ് ശീതൾ കൊച്ചിന്റെ കവിളിൽ ഇങ്ങനെ തലോടി. ആ സമയത്താണെങ്കിലോ സ്വരമോള് പറയുന്നുണ്ട്, ആൻറ്റി പോവുകയാണെങ്കിൽ മോളും വരും ആൻറ്റിയുടെ ഒപ്പം, എനിക്കും ആൻറ്റിയുടെ കൂടെ നിൽക്കണമെന്നും പറഞ്ഞ് സ്വരമോളാണെങ്കിൽ ഒരേ കരച്ചിൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ അനന്യാണെങ്കിൽ എടി കൊച്ചേ ദേ വരുന്ന ആൾക്കാർ വരും, ചിലരൊക്കെ പോകേണ്ടവർ പോകുകയും ചെയ്യും, അതുകൊണ്ട് നീ അവർക്ക് പിന്നാലെ പോകാനൊന്നും നിൽക്കണ്ട, ശീതളാൻറ്റി ഇവിടെയല്ല താമസിക്കേണ്ടത്, ശീതളാൻറ്റിയുടെ ഭർത്താവിനോടൊപ്പമാണ് താമസിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അനന്യ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സ്വരമോളോട് സംസാരിക്കുകയാണ്. അപ്പം അനിരുദ്ധാണെങ്കിലോ മോളെ ശീതളെ നിനക്ക് പോണോ, നീ ഒന്നുകൂടി ആലോചിക്ക്, സച്ചിൻ്റെ എല്ലാ സ്വഭാവങ്ങളും അവൻ്റെ പെരുമാറ്റവും ഒക്കെ നല്ല രീതിയിൽ നിനക്ക് അറിയാവുന്നതല്ലേ, നീ ഒന്ന് ചിന്തിച്ച് പെരുമാറുക എന്നും പറഞ്ഞ് നമ്മുടെ ശീതളിൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശീതളാണെങ്കിലോ അത് സാരമില്ല ഏട്ടാ, എന്തായാലും സച്ചിൻ എന്നെ തള്ളിക്കളയൊന്നുമില്ല, സച്ചിൻ ഞാൻ അന്ന് കൊച്ചുമായിട്ട് പോയ സമയത്തും എന്നോട് അവിടെ നിൽക്കാനോ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ഇനി എന്തൊക്കെ ഉപദ്രവങ്ങൾ ഉണ്ടായാലും ആ വീട്ടിൽ തന്നെ നിൽക്കും, അവിടെ നിന്ന് എൻ്റെ സച്ചിൻ്റെ സ്വഭാവം ഞാൻ മാറ്റിയെടുക്കുമെന്ന് പറഞ്ഞ് ശീതള് ഭയങ്കര ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുകയാണ്. അനന്യയ്ക്കാണെങ്കിലോ ഭയങ്കര സന്തോഷം. പോകേണ്ടവളാണ് പോകുന്നത്, എന്തായാലും ഒരു ശല്യം ഒഴിഞ്ഞു, ആ ശല്യത്തിൻ്റെ കൂടെ മറ്റൊരു ബാധ കൂടി പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിനും അനന്യയ്ക്ക് സമാധാനമായി. അങ്ങനെ രണ്ട് ശല്യങ്ങളും ആ വീട്ടിൽ നിന്നും പടിയിറങ്ങുന്ന സമയത്ത് നമ്മുടെ സുമിത്രയാണെങ്കിലോ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. മോളെ നീ പോവരുത് എന്നും പറഞ്ഞ്, സച്ചിൻ്റെ സ്വഭാവം നിനക്ക് നല്ലതുപോലെ അറിയാമല്ലോ എൻ്റെ മോള്, അമ്മ പറയുന്നത് കേൾക്ക്, അമ്മ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാം, അതിനുശേഷം എൻ്റെ മോള് എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചെന്നും പറഞ്ഞ് ഇങ്ങനെ സുമിത്ര ശീതളിന് പിന്നാലെ പോവാണ്. പക്ഷേ ഇതൊന്നും നമ്മുടെ ശീതള കേൾക്കുന്നേ ഇല്ല. ശീതള തൻ്റെ ഉറച്ച തീരുമാനത്തിൽ തൻ്റെ അച്ഛമ്മയും കൂട്ടി ശ്രീനിലയത്തിൻ്റെ പടി ഇറങ്ങി. പിന്നീടാണെങ്കിൽ നമ്മുടെ സുമിത്ര ഭയങ്കര സങ്കടമായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അനിരുദ്ധാണെങ്കിലോ അനന്യയെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ അവളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതെ അനന്യ, നീ ഇങ്ങനെ അടക്കി പിടിക്കുകയും നിന്റെ ഈ സ്വാർത്ഥ സ്വഭാവവും ഒക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ, ഇത് എന്നെങ്കിലും എൻ്റെ അമ്മയും എൻ്റെ കൂടപ്പറപ്പുകളും ഒക്കെ അറിയും സത്യം എന്താണെന്ന്, അന്നത്തോടു കൂടി നിന്റെ ഈ അഹങ്കാരം തീരുമെന്നും പറഞ്ഞ് അനന്യയോട് ദേഷ്യപ്പെട്ട് നമ്മുടെ അനിരുദ്ധ് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. പെട്ടെന്ന് തന്നെ അനന്യ അനിരുദ്ധിന് പിന്നാലെ ചെന്നിട്ട് അവനോട് പറയുകയാണ്, അതെ അങ്ങനെ എന്തെങ്കിലും നിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ ഈ അനന്യ ആരാണെന്ന് നീ അറിയോ അനിരുദ്ധേ, എത്ര നാളായി ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി ജീവിക്കുന്നു, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ സ്വരമോളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് അനന്യ തൻ്റെ തീരുമാനം അങ്ങ് പറയുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ അനിരുദ്ധ്, ഇനി നിന്നോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, നിന്നോട് പറയുന്നതിലും ഭേദം ഞാൻ മിണ്ടാതെ ഇരിക്കുന്നതാണ് എന്നും പറഞ്ഞ് അവൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും തൻ്റെ അമ്മ സങ്കടത്തിൽ ഇരിക്കുന്നതാ കാണുന്നത്. സുമിത്രയുടെ അടുത്ത് ചെന്നു അമ്മയോട് പറയുന്നുണ്ട്, അമ്മ വിഷമിക്കേണ്ട, അച്ഛമ്മയും അവളോടൊപ്പം പോയിട്ടുണ്ടല്ലോ മോനെ, അതാണ് എനിക്ക് ഏറ്റവും അധികം ടെൻഷൻ, നീ ഉദ്ദേശിക്കുന്നത് പോലെയല്ല നിന്റെ അച്ഛമ്മയുടെ സ്വഭാവം ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് എനിക്കാണെന്നും പറഞ്ഞ് സുമിത്ര ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്കിനും അമ്മ പിന്നെ ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, അവളോട് നമ്മൾ പറഞ്ഞു കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം പറഞ്ഞു കൊടുത്തില്ലേ, അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോനെ, എനിക്ക് അങ്ങനെ ആശ്വസിച്ചിരിക്കാൻ പറ്റില്ലല്ലോ, അവളെൻ്റെ മോളല്ലേ എന്നും പറഞ്ഞ് സുമിത്ര വീണ്ടും കരയുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് പൂജയും അതുപോലെ രഞ്ജിതയും ഒക്കെയാണ്. അപ്പം ഇവരാണെങ്കിൽ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. അതിനുശേഷമാണെങ്കിൽ രഞ്ജിതയോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മുടെ പൂജ വീട്ടിൽ നിന്നും പോരുകയാണ്.
പൂജ പടി ഇറങ്ങി എന്ന് മനസ്സിലാകുന്ന സമയത്ത് തന്നെ രഞ്ജിതയാണെങ്കിലോ പങ്കജിനോട് പറയുകയാണ്, അതെ ഇനി പ്രതീഷിനെ പോയി കാണണം, പ്രതീഷിനെ പോയി കണ്ടിട്ട് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്, അവൻ്റെ മനസ്സൊന്ന് അറിയണം, അവനെ അറിഞ്ഞാൽ മാത്രം പോരാ, ഇവനെയും ഇവൻ്റെ ചേട്ടനെയും അമ്മയെയും ഒക്കെ തമ്മിൽ തല്ലി തെറ്റിക്കുന്ന ആ ഒരു കാര്യം അത് ഞാൻ നോക്കാമെന്നും പറഞ്ഞ് രഞ്ജിത ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം അരവിന്ദൻ പറയുന്നുണ്ട്, അതെ രഞ്ജു, നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ തന്നെ നടക്കണമെന്നുണ്ടോ? അതെ അരവിന്ദേട്ടാ, ഈ കാര്യത്തിൽ രഞ്ജിത വിചാരിക്കുന്നത് പോലെ തന്നെ നടക്കുള്ളൂ എന്നും പറഞ്ഞ് രഞ്ജിതയാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ പങ്കജ് പറയുന്നുണ്ട്, മമ്മിയുടെ ഈ തീരുമാനം എന്തായാലും നന്നായി. സുമിത്ര ആൻറ്റിക്ക് ഈ ഒരു വാർത്ത ഭയങ്കര ഒരു ഷോക്ക് തന്നെ ആയിരിക്കും. എന്തായാലും പൂജ പ്രതീക്ഷേട്ടൻ്റെ കാര്യം വീട്ടിൽ ചെന്നാൽ ഉടനെ തന്നെ സുമിത്ര ആൻറ്റി അറിയിക്കും. മിക്കവാറും അവരൊന്നുകൂടി ഒരു കോമ സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശത്രുക്കൾ തീരുമെന്ന് തന്നെ വിചാരിക്കാമെന്നും പറഞ്ഞ് രഞ്ജിതയും മകനും ഭർത്താവും കൂടി അടങ്ങുന്ന ഇങ്ങനെ ചിരിക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സരസ്വതിയമ്മയും അതുപോലെ തന്നെ ശീതളും കൂടി സച്ചിൻ്റെ വീട്ടിലെത്തി. അവിടെ എത്തി ആ ഒരു ബെല്ലടിക്കുമ്പോഴത്തേക്കിനും സച്ചിൻ ഇങ്ങ് ഇറങ്ങി വരുമ്പോഴേ കാണുന്ന കാഴ്ച ശീതളും അച്ചമ്മയും കൂടി മുറ്റത്ത് നിൽക്കുകയാണ്. ആഹാ, അപ്പൊ നിനക്ക് മര്യാദയൊക്കെ അറിയാല്ലേ ശീതളെ? നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് എന്നെ വിട്ടിട്ട് പോവരുതെന്ന്. എന്നിട്ട് നീ വല്ലതും കേട്ടോന്ന് ചോദിച്ച് ശീതളിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് സച്ചിൻ. അപ്പൊ സച്ചിനോട് ശീതൾ പറയുന്നുണ്ട്, സച്ചിൻ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, പക്ഷേ ഞാൻ നിന്റെ കൂടൊപ്പം താമസിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അല്ല, നീ എന്നോടൊപ്പം താമസിക്കാനായിട്ട് എന്തിനാ നീ ഇവരെയും കൂട്ടി വന്നത്? ഇവർക്കെന്താ ഈ വീട്ടിൽ കാര്യമെന്ന് ചോദിക്കുമ്പം, എടാ സച്ചിനെ, നിനക്ക് എത്രമാത്രം ഉപകാരം ചെയ്തു തന്നവളാണ് ഞാൻ. ഇവള് വീട്ടിൽ നിന്നും ഇറങ്ങിയ സമയത്ത് അത് ഞാൻ നിന്നെ വിളിച്ചറിയിച്ചത് കൊണ്ട് മാത്രമല്ലേ നിനക്ക് അന്ന് അവളെ കാണാൻ സാധിച്ചത്? അതുകൊണ്ട് മാത്രമല്ലേ ശീതൾ ഇപ്പൊ ഇങ്ങനൊരു തീരുമാനം എടുത്തത്? അതെ, അതിനൊക്കെ കാരണക്കാരിയായിട്ടുള്ളത് ഈ അച്ചമ്മയാടാ. എന്നെ മറന്നുകൊണ്ടാണോ നീ സംസാരിക്കുന്നതെന്ന് സരസ്വതി ഒരു ചോദ്യം ചോദിച്ചു. ഇത് ചോദിച്ചതും ശീതളിനപ്പം കാര്യം പിടികിട്ടി. ശീതള മാർക്കറ്റിൽ പോയ വിവരം സച്ചിനെ വിളിച്ചു പറഞ്ഞത് സരസ്വതി അമ്മയാണ് എന്ന് പറയുന്നത് സത്യം തന്നെയാണെന്ന് നമ്മുടെ ശീതൾ അങ്ങ് ഉറപ്പിച്ചു. ശീതള രൂക്ഷമായി സരസ്വതി അമ്മയെ നോക്കുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ കുടുംബവിളക്കിന്റെ നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. എപ്പോഴും പറയുന്നത് പോലെ ഇത് നമ്മൾ കണ്ടിട്ടല്ല, ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊമോ വീഡിയോ ആണ്. അപ്പം കുറച്ച് പിക്കുകൾ കണ്ടിട്ടാണ് ബാക്കി നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം എല്ലാവരും അതൊക്കെ ഒന്ന് സഹകരിക്കുക. നിങ്ങൾ വെറുതെ ചുമ്മാ ഇങ്ങനെ കമൻ്റ് ഒന്നും ഇട്ട് എന്നെ വിഷമിപ്പിക്കരുത് കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. കാണുന്നത് വരേക്കും ബൈ.